സുമിത്രേ, നിനക്ക് ഫോൺ കേട്ടോ. യോ അവിടെ ആങ്ങളെ ജയരാമനല്ലേ? സുമിത്രേ, നിനക്ക് ഫോണ്. അയ്യോ ജയരാമേട്ടൻ, ഇതെപ്പോ പുറത്തിറങ്ങി? ഹലോ, ആ ഏട്ടാ, ഏട്ടൻ എവിടെയാ? അയ്യോ അങ്ങനൊന്നും അല്ല ഏട്ടാ, ഏട്ടൻ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. ഏട്ടാ ഞാൻ ഹലോ ഹലോ ഇടി എന്നാന്ന് വെച്ചാ വാ തുറന്ന് പറയടി. ജയരാമേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. നേരെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ പവിത്രേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്ന കാര്യം. ആകെ കലിപ്പിലാന്ന്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഊഹിച്ചൂടെ എന്തിനാണെന്ന്. കാര്യം വലിയ ചട്ടമ്പിയൊക്കെ ആണെങ്കിലേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാ. പണ്ടൊരിക്കൽ ഒരുത്തൻ എന്നെ കമന്റ് അടിച്ചതിനെ അവന്റെ മൂക്കിടിച്ച് പരത്തി. 2 ആഴ്ചയാ സബ് ജയിലിൽ കിടന്നത്. ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല. എന്റെ ദൈവമേ, ഇങ്ങോട്ടൊക്കെ വന്ന പവിത്രേട്ടനറിയോ എത്ര പേരെ എന്നെ കല്യാണം ആലോചിച്ച് വന്നേന്ന്. അവർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തയാ. പക്ഷെ ജയരാമേട്ടൻ അവരെ ആരും ഇഷ്ടപ്പെട്ടില്ല. വലിയ വീടും കാറും ഒരുപാട് ശമ്പളം ഒക്കെ ഉള്ള ഒരാൾക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കുള്ള എന്നാണ് ജയരാമേട്ടന്റെ വാശി. നല്ല വാശി. ആകളെയാണ് ലോക ഗുണ്ട, പെങ്ങളെ IAS കൊണ്ട് കെട്ടിക്കണോന്ന് വാശി. കൊള്ളാം. ഇതങ്ങനെ തമാശയായിട്ടൊന്നും കാണണ്ട പവിത്രേട്ടാ. നിങ്ങളാ എന്നെ കെട്ടിയെന്ന് അറിഞ്ഞാലുണ്ടല്ലോ ജയരാമേട്ടന്റെ തനി നിറം നിങ്ങൾ കാണും. ഒന്നാമത് വീടും ഇല്ല, ജോലിയില്ല, കാറും ഇല്ല. എന്തായാലും ഇന്നിവിടെ ഒരു വഴക്ക് നടക്കും. പിന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ? അല്ല സത്യത്തിൽ എന്തിനാ ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കുന്ന പുള്ളി? ജയരാമേട്ടൻ വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു എന്താണെന്നറിയോ? പവിത്രേട്ടൻ എന്നെ തട്ടിക്കൊണ്ട് വന്നെന്ന്. ഞാനോ? എപ്പോ? കാര്യം ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇറങ്ങി വന്നെങ്കിലും അതൊന്നും പറഞ്ഞ ജയരാമേട്ടൻ സമ്മതിക്കത്തില്ല. പവിത്രേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്നാ പറയുന്നത്. പിന്നെ എന്നെ ചെയ്യാൻ വേണ്ടിട്ട്? ചേടാ, നീ നിന്റെ ഇഷ്ടത്തിനുള്ള വെട്ടിയും പ്രമാണം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നീ തന്നെ അങ്ങ് പണഞ്ഞാ മതി. അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല അങ്ങേർക്ക്. വല്ല ആയുധം കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്, അത് ഉറപ്പാ. പവിത്രേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? പവിത്രേട്ടൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാവോ? ഞാനെന്തിനാ മാറി നിൽക്കുന്നത്? അല്ല, അത് ആയുധം കൊണ്ട് വരുമ്പോ എന്നത്? പിന്നെ നീ നിന്റെ ഇഷ്ടപ്രകാരമുള്ള വെട്ടിയും പ്രമാണം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു വെച്ചിട്ട് നിന്റെ ആങ്ങളെ ചോദിക്കാൻ വേണ്ടി വരാൻ നേരത്ത് ഞാൻ എന്തിനാണ് എന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? പിന്നെ എന്ത് ചെയ്യും? മുന്നും പിന്നും നോട്ടമില്ലാത്ത മനുഷ്യനാ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. പിന്നെ എന്നെ എന്തെങ്കിലും ചെയ്താലേ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. SI സത്യപാലൻ സാറും ഞാനും തമ്മിലുള്ള ഇരിപ്പോശ നിനക്ക് എന്നാന്നറിയാലോ. പിന്നെ ഡെയിലി വെട്ടും കുത്തുമായിട്ട് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന മനുഷ്യർക്ക് എന്തോന്ന് SI. എന്റെ പൊന്നു പവിത്രേട്ട, ഇവിടെ ചോര പുഴ ഒഴുകും. ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക് നിങ്ങള്. പവിത്ര, അമ്മ എന്നാ അമ്മേ? എന്താടാ നീ പുറത്തോട്ടൊന്നും പോണില്ല? മണി 8 പോണോ? എടാ, ആണുങ്ങളായാലുണ്ടല്ല രാവിലെ പണിക്കിറങ്ങി പോണം. അല്ലാണ്ട് പെണ്ണുമ്പിള്ളനെ കെട്ടിപ്പിടിച്ച് മുറിയുടെ അകത്ത് കയറിയിരിക്കലല്ല വേണ്ടത്. പോണോ അമ്മച്ചി? എങ്ങോട്ടേലും ഇറങ്ങി പോണോ? ആ പോവും. നീ കൊറേ നേരം മുറിയുടെ അകത്ത് ഇരുന്ന് കുണുകുണുന്ന് പറയണം. ഞാൻ കേക്കണ്ടതൊക്കെ. ചെറിയൊരു പ്രശ്നമുണ്ടമ്മേ. സുമിത്രയുടെ ആങ്ങളയില്ലേ ജയരാമൻ, ആ പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് സുമിത്ര എൻ്റെ കൂടെ ഇറങ്ങി പോകുന്നുള്ള കാര്യം. പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്തിന്? പിന്നെ ജയിലിൽ നിന്ന് വരുന്ന അളിയൻ പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നത് എന്തിനാ? എൻ്റെ അമ്മച്ചി ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്നാമത്തെ കാര്യം അവന് ബുദ്ധിയും ബോധവും വെളിവൊന്നും ഇല്ലാത്തവനാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടി. എനിക്കാണ് കൈയും കാലും വിറയ്ക്കുന്നു അവൻ്റെ അമ്മ. നീ ഒരു ആണല്ലേടാ, എന്തിനാടാ ഇങ്ങനെ പേടിക്കണത്? ആനല്ലേന്ന് മതവിളക്കി വരുന്ന ആനയുടെ മുന്നിൽ ചെന്ന് മസിലും പെരുപ്പിച്ച് എന്നിട്ട് എന്നാ കാര്യം? അമ്മ ഒരു കാര്യം ചെയ്യമ്മേ, നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് വിളിക്കമ്മേ. മുണ്ടക്കയത്തെ അമ്മാവനെയും കല്ലറയിൽ അളീനെയൊക്കെ ഒന്ന് വിളിക്കമ്മേ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, സത്യം അത്. കഷ്ടം, ഇങ്ങനെ ഒരാണ്. പൊന്നോ, അവൻ പറഞ്ഞത് നേരെയാണ് അടി. എന്ത്? നിന്റെ ആങ്ങളെ ഇങ്ങോട്ട് വന്നെന്ന്. എന്തിനാ ഇങ്ങോട്ട് വന്ന? എന്തിനായിരിക്കും? എന്തിനായിരിക്കും? എൻ്റെ അമ്മച്ചി, ഈ ജയരാമേട്ടൻ ജയിലിൽ പോകുന്ന ടൈമിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ വീട്ടിലില്ല. ഈ സ്വാഭാവികമായിട്ടും ഒളിച്ചോടിപ്പോയ പെങ്ങന്മാരെ തിരക്കി ആങ്ങളമാരെന്താ ചെയ്യുക? എന്ത് ചെയ്യും? അതുപോലും അമ്മച്ചിക്ക് അറിഞ്ഞില്ലേ? പെങ്ങളെ തട്ടിക്കൊണ്ട് പോയവനോട് ചോദിക്കാൻ ചെല്ലും. നീ കുറ്റിയും പറിച്ചങ്ങൾ കയറി വന്നതല്ലേ, നിന്നാലെ തട്ടിക്കൊണ്ട് വന്നേക്കണ? അതൊന്നും ആരും വിശ്വസിക്കില്ല. പിന്നെ എൻ്റെ ജയരാമേട്ടനെ സാധാരണ ആങ്ങളമാരെ പോലൊന്നും അല്ല, ചെറു പ്രായത്തിലെ ഗുണ്ടയായതാ. അതുകൊണ്ട് ഏതാ എന്താ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ മോനെ ദ്രോഹിച്ചാലുണ്ടല്ല, ഏത് ജയരാമനാണെങ്കിലും വിവരം അറിയും. ഞങ്ങൾ അവന് നന്നായിട്ട് അറിയാൻ പാടില്ല. എന്നിട്ടാണോ കുഞ്ഞാര മോൻ അപ്പുറത്ത് ഇതിങ്ങനെ കിളികിലാ വിറയ്ക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. നല്ല ന്യായം. നീ എവിടത്ത് വന്നതിന് എന്റെ മോനെ എന്തിനാണ് മാറി നിൽക്കണത്?
ആയ് ആ അല്ലാതെ എന്ത് ചെയ്യും? എന്റെ ജയരാമേട്ടനെ എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ കളി തീർക്കുന്നത് പവിത്രേട്ടനോടായിരിക്കും. ദേ തല്ലു കൊണ്ടിട്ട് എന്റെ അടുത്ത് ചോദിക്കാനൊന്നും വന്നേക്കരുത്. അവൻ തല്ലാൻ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ വെട്ടുകത്തിരിപ്പുണ്ട്. ഞാൻ ആലോചിക്കുന്ന അതല്ല. ജയരാമേട്ടൻ വരുമ്പോ ഞാൻ വേറെ ഇടപെടുത്താലോ? ഓടിച്ചെന്ന് ആ കാലെ പിടിച്ച് കരഞ്ഞിട്ട് പവിത്രേട്ടനല്ല എന്നെ തട്ടിക്കൊണ്ട് പോയത് ഈ നിൽക്കുന്ന അമ്മയെന്ന് പറഞ്ഞാലോ? പിന്നെ ഈ വെട്ടുകത്തിന്റെയും കോടാലിയുടെ ഒക്കെ കാര്യത്തിലൊരു തീരുമാനമാകും. നോക്കിയും കണ്ട് നിന്നോ. ഞാൻ വന്നു കയറി അന്ന് തൊട്ട് നിങ്ങൾ എന്നെ മെക്കിട്ട് കയറുന്നതല്ലേ. എന്റെ ജയരാമേട്ടൻ ഇങ്ങ് വരട്ടെ. നീ എന്തിനാണ്ട് ഇങ്ങനെയൊക്കെ പറയണ? ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയല്ലേ? അത് ജയരാമേട്ടൻ അറിയില്ലല്ലോ. എന്തായാലും എന്റെ ജയരാമേട്ടൻ ഇങ്ങ് വരട്ടെ, കാണിച്ചു തരാം. അരിഞ്ഞോ. ആരുമില്ലേ അവിടെ? സുമിത്രേ, ഇറങ്ങി വാടി. ഞാൻ ജയരാമനാ, ഇറങ്ങി വാടി. അയ്യോ ജയരാമേട്ടൻ, ഞാൻ ജയിലിൽ പോയ തക്കത്തിന് നീ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിയല്ലേടി? അയ്യോ ജയരാമേട്ട പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. പ്രശ്നം ഉണ്ടാക്കരുന്നോ? എടി പെങ്ങൾ ഒളിച്ചോടി പോയെന്ന് കേട്ടാ പ്രശ്നം ഉണ്ടാക്കാത്ത ആങ്ങളെ ഉണ്ടോടി? എവിടെടി നിന്റെ കോന്തം ഭർത്താവ് ആ പവിത്രൻ? പവിത്രൻ ഇവിടെ ഇല്ല. ജയരാമേട്ടൻ പോയിട്ട് പിന്നെ വാ. പോയിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാൾമെന്റ് എത്തോക്കാരനെ വിളിയടി അവനാ. ഓ ഇതാണോ രാധാമണി അമ്മ? ഇവരും കൂടെ അറിഞ്ഞിട്ടാണോ പവിത്രൻ നിന്നെ വിളിച്ചിറക്കൊണ്ട് വന്നത്? എന്നാ ഇന്ന് എവരുടെ അവസാനാ? അയ്യോ അമ്മച്ചി, ഇത് ജയരാമേട്ടൻ. പിന്നെ നീ എന്നെ മൂക്കി വലിച്ചു കയറ്റും. ഒന്നാമത്തെ കാര്യം, നിന്റെ പെങ്ങളെ വിടാതെ തട്ടിക്കൊണ്ടു വന്നതല്ല, അവള് പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. പിന്നെ പാവമല്ലെന്നോർത്ത് കിടക്കാൻ സ്ഥലം കൊടുത്ത്, അത്രേ ഉള്ളു. പിന്നെ എന്റെ അറിവോട് കൂടിയാണോ വന്നു കയറിയെന്ന് ചോദിച്ചാ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കൂല. എനിക്കാണെങ്കിൽ അവളെ കണ്ണിന് കണ്ടുകൂടാ. പിന്നെ പവിത്രൻ, ഞാൻ പറഞ്ഞവൻ കേക്കണ്ടേ? അവന്റെ കഷ്ടകാലം തുടങ്ങി. ഓഹോ, അപ്പൊ എന്റെ പെങ്ങളെ പറ്റി അപവാദം പറയുന്നു. തള്ളേ, നിനക്ക് എന്നെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ചോര കണ്ട് അറപ്പ് മാറിയവനാ ഞാൻ. ഈ തള്ള ഞാൻ കൊല്ലും. അയ്യോ ജയരാമേട്ടൻ ഒന്നും ചെയ്യല്ലേ. ഒന്നുമില്ലാലും പവിത്രേട്ടന്റെ അമ്മയല്ലേ. ഇവരെ തട്ടും. അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ നാട്ടുകാരെ ഒന്ന് ഓടി വരണേ. നാട്ടുകാരെ വിളിക്കരുത്. നാട്ടുകാരെ വിളിച്ചാൽ നാട്ടുകാരെ മുമ്പിട്ട് വരാൻ തട്ടും. നടക്കും നടക്കും അയ്യോ ഈശ്വര, അമ്മച്ചിയുടെ കാര്യത്തിൽ തീരുമാനമായി. പവിത്രേട്ടാ, പവിത്രേട്ടാ, ജയരാമേട്ടൻ വന്നു. ജയരാമേട്ടൻ അല്ല, അമ്മയുടെ കഴുത്തിൽ കത്തിയും വെച്ചോണ്ട് അകത്തോട് പോയിരിക്കുക. നീ മാറിക്കേ, അങ്ങോട്ട് പോവല്ലേ. ജയരാമേട്ട ഉപദ്രവിക്കും. നീ വിട്ടേ എന്റെ അമ്മ അകത്ത് നിൽക്കല്ലേ. അയ്യോ പവിത്രേട്ടൻ, നമ്മൾ പറയുന്ന പോലെ അല്ല ജയരാമേട്ടന്റെ സ്വഭാവം. വെട്ടൊന്ന് മുറിരണ്ടെന്നാ. പവിത്രേട്ടൻ ഒരു കാര്യം ചെയ്യും, പോലീസിനെ വിളിക്ക്. പോലീസ് ഒന്നും വിളിച്ചാൽ വരുമൊന്നുമില്ല. ഞാൻ സത്യപാല സാറോട് ചെന്ന് പറഞ്ഞാ. അയ്യോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നീ വന്നേ, കഴിക്കുവാനെ കഴിക്കാതെ നല്ല ക്ഷീണിച്ചു പോകും. ഗുണ്ടകൾക്ക് വേണ്ടതേ നല്ല ആരോഗ്യമാണ്. സത്യം പറഞ്ഞ ഇന്നലെ ഉച്ചയ്ക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. വിശന്ന് എന്റെ കണ്ണ് കാണാൻ വയ്യ. വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിക്കാൻ പറ്റും, അച്ഛൻ ചൂലെടുക്കും. നാട്ടുകാർക്ക് ഇപ്പൊ പഴയതുപോലെ ഗുണ്ടകളെ വിലയില്ലല്ലോ. ഉരുട്ടി അങ്ങോട്ട് വിഴുങ്ങ്, തടി ഇങ്ങോട്ട് പോരട്ടെ, എന്നാലും ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ. ഞാൻ വന്ന് ചോറിടലോട്ട് ഞാൻ വന്നേ വെള്ളം വേണോ? വെള്ളം. ഞാൻ സുമിത്രയുടെ അടുത്ത് ചോറ് വയ്ക്കാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. നമുക്ക് ഈ ഭിക്ഷക്കാരെ പോലെ ഇരക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സംസാരമല്ല കത്തി കൊണ്ടാണല്ലോ. കത്തി ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. ആ, ഒരാളെ തല്ലുന്നതിന് എത്രയാണ് നിങ്ങളുടെ റേറ്റ്? അത് തല്ലുകൊള്ളുന്നതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പെണ്ണുങ്ങളെ തല്ലുവാ? ഞങ്ങൾക്കാണ് കൊണ്ടാ കാണും പെണ്ണെന്ന് വ്യത്യാസമില്ല. ആരെ കെട്ടല്ലോ അടിക്കും, പട്ടി അടിക്കലൊക്കെ അടിക്കും. പട്ടിനെ തല്ലണ പോലെ എനിക്ക് ഒരാളെ തല്ലാനുണ്ട്. അതിന് കാശ് റെഡിയാക്കിയിട്ട് ഞാൻ മോനെ വിളിക്കാം. വിളി, നമുക്ക് അടിച്ചു ലെവൽ ചെയ്യാം അവരെ. ഇച്ചിരി വെള്ളം കുടിക്കും, ഇച്ചിരി കൂടി ചോറ്, അത് എതിരിടും. ഇച്ചിരി പറയും. അത് കഴിച്ചാ